ഹായ് ഹലോ അസ്സലാമു അലൈക്കും. മഹാന ഹൈനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇക്ക വരുമ്പോഴേക്കും ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിന്ന് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. ഉച്ച സമയമൊക്കെ ആയപ്പോൾ എനിക്ക് നല്ല തലവേദനയും തലവേർപ്പും പോലെയൊക്കെ ആയിരുന്നു. പിന്നെ ഓടിച്ചെന്ന് കുളിച്ചു, നിസ്കാരമൊക്കെ കഴിഞ്ഞു കുറച്ച് നേരം ഖുർആനൊക്കെ എടുത്ത് ഓതി. അപ്പോഴേക്കും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നു. അപ്പോഴേക്കും ഇക്ക സവാളയും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞ് വെച്ചിരുന്നു. അതെനിക്കൊരു എളുപ്പമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറിയും പത്തിരിയും പിന്നെ സമൂസയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് ചിക്കൻ കറി വയ്ക്കാമെന്ന്. അപ്പോൾ അതിനായി കുക്കറിൽ ആദ്യം സവാള അരിഞ്ഞതിട്ടു, പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടു, പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് അതിൻ്റെ മസാല തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായി വഴറ്റിയതിന് ശേഷം 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണുള്ളൂ. ഇവിടെ എരി കുറവാണ് ഉപയോഗിക്കുന്നതുകൊണ്ട് അത്രയും ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് എരി ചേർക്കാവുന്നതാണ്. പക്ഷേ ഇത്രയും ഇട്ട് കൊടുത്താലും നമ്മൾ മസാല കുറച്ച് കൂടുതലാണ് ചേർക്കുന്നത് കേട്ടോ. മസാലപ്പൊടി ഞാൻ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച സവാള ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചെന്നും പറഞ്ഞ് കറിയുടെ ടേസ്റ്റൊന്നും മാറിപ്പോകുന്നില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ കറി. എനിക്കെന്തോ ഇങ്ങനെ വെക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഒരുപാട് സമയവും എടുക്കുന്നില്ല ഈ കറി വയ്ക്കാൻ. കാരണം എളുപ്പമാണ്, ഒരുപാട് സവാള ഇട്ട് വഴറ്റണ്ട. നല്ല എളുപ്പമാണ് കേട്ടോ ഇങ്ങനെയൊന്ന്. നിങ്ങളൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സവാള ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. 1 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കഴുകി വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇച്ചിരി നേരത്തേക്ക് വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അടച്ച് വേവിക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അരപ്പൊക്കെ ചിക്കനിൽ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം കേട്ടോ. ഇനി ഞാൻ ചൂടുവെള്ളമാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അരിഞ്ഞ് വെച്ച മല്ലിയിലയും പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ പൊടിച്ചതാണ് കേട്ടോ, കറി മസാല വറുത്ത് പൊടിച്ചതാണ്. കറി മസാലയും കൂടെ ചേർത്തപ്പോൾ നല്ല മണം വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര സിമ്പിളാണ് കേട്ടോ നമ്മളെ ചിക്കൻ കറി റെഡിയാക്കാൻ. എന്തായാലും എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ ഞാൻ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സമോസയുടെ മസാല റെഡിയാക്കലാണ്. ഈ മസാല ഉണ്ടാക്കലും സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. കാരണം ഞാൻ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല, ക്യാബേജും സവാളയും മാത്രമേ ചേർക്കുന്നുള്ളൂ. പക്ഷേ നമുക്കിതിലേക്ക് വേറെ വെജിറ്റബിളൊക്കെ ചേർക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ ചേർക്കാം. ഞാൻ ചേർക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഹൈനുമാക്ക് ഇതൊന്നും കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് അവർക്കും കൂടെ കഴിക്കാനാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. ഹൈനസിനാണെങ്കിൽ നമ്മൾ എന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര പൊട്ടാസ്യം കൂടി നിൽക്കും കേട്ടോ. അപ്പോൾ അവൾക്ക് മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് ആഹാരം കൊടുക്കാറുള്ളത്. അപ്പോൾ അവൾക്ക് കൊടുക്കാവുന്നത് ക്യാബേജ്, കോളിഫ്ലവർ, സവാള അതൊക്കെ കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹൈനോസിന് കൊടുക്കാൻ വേണ്ടി പൊട്ടാസ്യം ഇല്ലാത്തതോ കുറയ്ക്കാനുള്ളതോ എന്തെങ്കിലും ഫുഡ് അറിയാവുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മസാല ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എന്നിട്ടേക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് നന്നായി വഴറ്റിയെടുത്തു. പിന്നെ അരിഞ്ഞ് വെച്ച സവാളയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ അരിഞ്ഞ് വെച്ച ക്യാബേജും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായി വേവിച്ചെടുക്കുക കേട്ടോ അടച്ച് വെച്ച്. ഇനി അതിലേക്ക് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇന്നലെ ഉണ്ടാക്കി വെച്ച ഷീറ്റാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ നിസ്സാരമാണെന്ന് ഞാൻ പറയില്ല, കുറച്ച് പാടുള്ളതൊക്കെയാണ്. അപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പിന്നീട് എടുത്താൽ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സമോസ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരുന്നത് 1 കപ്പ് മൈദയും 1 കപ്പ് ആട്ടമാവും ആയിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് നൈസായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഒരു റൗണ്ടായിട്ട് നല്ല വലുപ്പത്തിനൊന്ന് പരത്തിയെടുക്കാം. പിന്നെ ഫ്രൈ പാനിൽ ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സമൂസയിൽ ഒട്ടിക്കാൻ വേണ്ടി മൈദാമാവായിരുന്നു കേട്ടോ കലക്കിയിരുന്നത്. അപ്പോൾ രാത്രിത്തേക്ക് ചിക്കൻ കറിക്ക് വേണ്ടി പത്തിരിയും കൂടെ തയ്യാറാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വരും വരെ ടാറ്റാ ബൈ.